മക്കൾസ് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചാപ്റ്റർ നമ്പർ 1 ഈ 14 ക്വസ്റ്റ്യൻ പഠിക്കാതെ ഒരു കുട്ടികളും പോകരുത്. ഏതാണ് ആ 14 ക്വസ്റ്റ്യൻ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഐഡന്റിഫയറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫയറിൽ ഇൻവാലിഡ് ഏതാ വാലിഡ് ഏതാന്ന് ചോദ്യം വരും. അത് അറിയണമെങ്കിൽ 6 റൂൾസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സ്പേസസ് പറ്റില്ല അല്ലെ, സ്റ്റാർട്ടിങ് വിത്ത് ഡിജിറ്റ്സുകൾ പറ്റില്ല, സിമ്പിൾസുകൾ പറ്റില്ല, കീവേഡ്സുകൾ പറ്റില്ല. പിന്നെ എന്താ പറ്റുക? സ്റ്റാർട്ടിങ് വിത്ത് ലെറ്റർ പറ്റും, അല്ല സ്പേസ് ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ ക്യാപിറ്റൽ ലെറ്റർ പറ്റും, അണ്ടർസ്കോർ അലൗഡ് ആണ്. ഈ 6 റൂൾസ് പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ A1 ഇത് പോസിബിൾ ആണ്, പ്രശ്നമില്ല. D-W പറ്റില്ല, സ്പേസ് വന്നു, അല്ല സിമ്പിൾ വന്നു. 999 പറ്റില്ല, QWA ഒരു പ്രശ്നമില്ല, $സൈൻ പറ്റൂല, AA1 ഒരു പ്രശ്നമില്ല, 8C പറ്റില്ല. ദാറ്റ് മീൻസ് ഐഡന്റിഫയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ. എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ക്ലാസിഫൈ ബേസ്ഡ് ഓൺ ടോക്കൺ ആണ്. 5 മക്കളാണ് ടോക്കൺസിലുള്ളത്. പൊളിക്കുക എന്നുള്ള പഠിച്ചു വെക്കാം. എന്താണ് പൊളിക്കുക, എന്താണ് പൊളിക്കേണ്ടത്? പൊളിക്കുക എന്ത് പൊളിക്കണം? കീവേഡ്സ്, ഐഡന്റിഫയർ, ലിറ്ററൽ, ഓപ്പറേറ്റർ, പങ്ക്ച്വേറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നാൽ ഇന്റ് ആരാ? കീവേഡ് ആണ്. എ ആരാ? ഐഡന്റിഫയർ ആണ്. ഈക്വൽ ടു ആരാ? ഓപ്പറേറ്റർ ആണ്. 29 ആരാ? ലിറ്ററൽ ആണ്. സെമിക്കോളൻ ആരാ? പങ്ക്ച്വേറ്റർ ആണ്. അവിടെ തീർന്നു. അതേപോലെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഫ്ലോട്ടും തമ്മിലുള്ള വ്യത്യാസം. ഡബിൾ കോട്ട് കണ്ടാൽ അത് ലിറ്ററൽ ആണ്, സാധാ ഫ്ലോട്ട് കണ്ടാൽ അത് കീവേഡ് ആണ്. അവിടെ തീർന്നു. എന്നാ പിടിച്ചോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ഡാറ്റ ടൈപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റ ടൈപ്പ് 5 മക്കളാണ്. ഇന്റ് ആണ്. ഇന്റ്, ഫ്ലോട്ട്, ഡബിള്, വോയിഡ്, അതുപോലെ ക്യാരക്ടർ ആണ്. 5 മക്കളാണ്. യെസ്, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അത് ആ ഡാറ്റ ടൈപ്സിന് മെമ്മറിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മെമ്മറി 4 ബൈറ്റ് ആണ്, ഫ്ലോട്ടിന് 4 ബൈറ്റ് ആണ്, ഡബിളിന് 8 ബൈറ്റ് ആണ്, വോയിഡിന് 0 ആണ്, ക്യാരക്ടറിന് 1 ആണ്. ഈ മെമ്മറിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് വോയിഡ് ആണ്, ദെൻ എഴുതേണ്ടത് ക്യാരക്ടർ ആണ്, ദെൻ എഴുതേണ്ടത് ഇന്റ് ആണ്, ദെൻ എഴുതേണ്ടത് ഫ്ലോട്ട് ആണ്, ദെൻ എഴുതേണ്ടത് ഡബിൾ ആണ്. അവിടെ പൂർണ്ണമായി. എന്നാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ. എക്സിൻ്റെ വില 1 കൂടണം. എക്സിൻ്റെ വില 1 കൂടാനുള്ള സ്റ്റെപ്പ് കൂടുതലാണോ കുറയലാണോ? കുറയുമ്പോൾ 1 കുറയണം. എക്സ് മൈനസ് ഒന്നാമത്തെ മെത്തേഡ്, -X രണ്ടാമത്തെ മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ്. എക്സിൻ്റെ വില 1 കുറയണം. X = X - 1 1 കുറയണം. X - 1 എൻഡ് ഓഫ് ദ ഗെയിം. 4 എലമെന്റ്സ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. വാട്ട് യു മീൻ ബൈ ടൈപ്പ് കൺവേർഷൻസ്? ഒരു ഡാറ്റ ടൈപ്പിന് മറ്റൊരു ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഫീച്ചർ ഏതാ? ടൈപ്പ് കൺവേർഷൻ ആണ്. 2 മക്കളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഇംപ്ലിസിറ്റ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് കൺവേർഷനും. ഇംപ്ലിസിറ്റ് എന്ന സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ചെയ്യും. ഒരു എക്സാമ്പിൾ പിടിക്കാം. 5/2 ഉത്തരമായിട്ട് വരിക 2 ആണ്. ഇൻറ്റീജറും ഉത്തരം ഇൻറ്റീജറാണ്. എന്നാൽ 1 ഞാൻ കൺട്രോൾ ചെയ്യും ഉത്തരം ഏത് രൂപത്തിൽ വരണമെന്ന്. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്സ്പ്ലിസിറ്റ്. യൂസറായ ഞാൻ തീരുമാനിക്കും ആൻസർ ഏത് രൂപത്തിൽ വരണം. അതിനെ പറയുന്ന പേരാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് 3 ഡാറ്റ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാം ആണ്. ഒരു പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സുകൾ 5 ആണ് ഉള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. എന്താടാ? ഡിക്ലറേഷൻ. രണ്ടാമത്തെ വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ വാല്യൂസ് കൂടിയും കൊടുക്കാം. അതിനെ പറയുന്ന പേരാണ് ഇനീഷ്യലൈസേഷൻ. മൂന്നാമത്തത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. വേരിയബിളിലേക്ക് എന്തെങ്കിലും വാല്യൂസ് പ്ലേസ് ചെയ്യാം. നാലാമത്തത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. CIN ഉപയോഗിക്കാം. അഞ്ചാമത്തത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. Cout യൂസ് ചെയ്യാം. എൻഡ് ഓഫ് ദ ഗെയിം. കഴിഞ്ഞു. അടുത്ത 7ാമതായിട്ട് ഇതിൻ്റെ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ഡാറ്റ ടൈപ്പിൻ്റെ മോഡിഫയേഴ്സ് ആണ്. 4 മക്കളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ മോൻ്റെ പേര് ഷോർട്ട്, രണ്ടാമത്തെ മോൻ്റെ പേര് ലോങ്, മൂന്നാമത്തെ മോൻ്റെ പേര് സൈനഡ്, നാലാമത്തെ മോൻ്റെ പേര് അൺസൈനഡ്. 4 മക്കൾ. ഡാറ്റ ടൈപ്പ് മോഡിഫയർ ഈസ് ഓവർ. 8ാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് മക്കളോട് പറയാനുള്ളത്, ഞങ്ങളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ആണ്. കൂടിക്കോ. ഡിസംബർ 31 മുമ്പ് അല്ലെങ്കിൽ അതിന് മുമ്പ് നമുക്ക് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന
അൾട്ടിമേറ്റ് ബാച്ചാണ്. കൂടെ കൂടാ സെറ്റാക്കാം നമുക്ക്. യെസ്, മൂവ് ചെയ്യാം. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ പഠിക്കേണ്ടത് LC ഫ്ലാറ്റും സ്വിച്ചും നമ്മളെ കമ്പാരിസണാണ്. 4 പോയിന്റ് പഠിക്കണ നിർബന്ധമാണ്. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഈഫ് എൽസ് തന്നിട്ട് അതിനെ സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിർബന്ധമാണ്. ഇങ്ങനെ സ്വിച്ച് എന്ന് എഴുതാം. ഇതിൻ്റെ ഉള്ളിൽ നിയന്ത്രിക്കുന്ന ആളാരാ? ഡിജിറ്റ് എന്നുള്ള പാരാമീറ്ററാണ്. സ്വിച്ച് ഡിജിറ്റ് എന്നുള്ള പ്ലേസ് ചെയ്യാം. ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? ഏതൊക്കെ ഓപ്ഷൻ? 1 ഉണ്ട്, അതേപോലെ 0 ഉണ്ട്. ആ 1നെ കേസ് 1 എന്നിടും, എന്നിട്ട് സി ഔട്ട് ONE. ഉടനെ ബ്രേക്ക് ചെയ്യാം. അതേപോലെ അടുത്ത് കേസ് 0 സി ഔട്ട് 0 എന്ന് എഴുതാം. അതേപോലെ ഉടനെ ബ്രേക്ക് ചെയ്യാം. ഒന്നുമല്ലെങ്കിൽ നോട്ട് എ ബൈനറി. അപ്പോൾ ഡീഫോൾട്ടിൽ പ്ലേസ് ചെയ്യാം. ഡീഫോൾട്ട് നോട്ട് എ ബൈനറി NB. വളരെ സിമ്പിൾ സാധനമാണ്. റിലാക്സ് അല്ലേ? നമ്മൾ ആ സിൻടാക്സ് കൂടിയും അതിൻ്റെ കൂടെ വന്നു. യെസ്, 9ാമതായിട്ട് പഠിക്കേണ്ടത് എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലെ കമ്പാരിസൺ ആണ്. എൻട്രി എന്ന് പറയുമ്പോൾ കയറുമ്പോൾ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ ബോഡിയാണ്. എന്നാൽ ഇവിടെ എന്താ? കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ ബോഡിയാണ്. രണ്ടാമത്തെ പോയിന്റ്, നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. ഇവിടെ എന്താ? ഗ്യാരണ്ടിയാണ് എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. മൂന്നാമത്തെ പോയിന്റ്, ഫോർ ലൂപ്പും വൈൽ ലൂപ്പുമാണ്. എന്നാൽ ഇവിടെ എന്താ? ഡു വൈൽ ലൂപ്പ്. എൻഡ് ഓഫ് ദ സെക്ഷൻ. യെസ്, 10ാമതായിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ, കമ്പണൻസ് ഓഫ് ലൂപ്പ് പഠിക്കാതെ പോവരുത്. 4 കമ്പണൻസ് ആണ്. ഫോർ ലൂപ്പിൻ്റെ കമ്പണൻസ് അല്ലെങ്കിൽ ലൂപ്പിൻ്റെ കമ്പണൻസ് 4 മക്കളാണ്. ഏതൊക്കെ 4 മക്കൾ? ഇനീഷ്യലൈസേഷൻ ആണ്. രണ്ടാമത്തത് കണ്ടീഷനാണ്. മൂന്നാമത്തത് അപ്ഡേഷനാണ്. നാലാമത്തത് ബോഡിയാണ്. സാധാരണ റീറൈറ്റ് ചെയ്യാൻ ചോദ്യം വരും. റീറൈറ്റ് ചെയ്യാൻ ചോദ്യം വന്നാൽ ചെയ്യേണ്ട പണി നേരെ ഇവിടെ വൈൽ ലൂപ്പിലേക്ക് മാറ്റാൻ ചോദിച്ചത്. വൈൽ എഴുതാ. വൈൽ ലൂപ്പിൽ കണ്ടീഷനാണ് എഴുതേണ്ടത്. ഈ നടുവിൽ എഴുതിയ സാധനമാണ് കണ്ടീഷൻ. അത് നേരെ ഇവിടെ പ്ലേസ് ചെയ്യാം. i<10. അതിന് ശേഷം അതിന് മുമ്പേ ഉള്ള സാധനങ്ങളൊക്കെ അതിന് മുകളിൽ പ്ലേസ് ചെയ്യാം. ഇൻ്റെ I വേണം, സം ഈക്വൽ ടു 0 വേണം. എന്നിട്ട് വേണ്ടത് I ഈക്വൽ ടു 10 ആണ്. I ഈക്വൽ ടു 1 ആണ്. യെസ്, i<10 ആണെങ്കിൽ അപ്പോൾ ഇതും കംപ്ലീറ്റ് ചെയ്തു. ഇനി വേണ്ടത് സം ഈക്വൽ ടു സം പ്ലസ് I, സം ഈസ് ഈക്വൽ ടു സം പ്ലസ് I, ദെൻ I പ്ലസ് പ്ലസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഫോർ ലൂപ്പ് തന്നിട്ട് അതിൻ്റെ കമ്പണൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരും. ഇതാണ് ഇനീഷ്യലൈസേഷൻ. ഈ മിഡിൽ വൺ ആണ് കണ്ടീഷൻ. ഇതാണ് ബോഡി. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അപ്ഡേഷൻ. സോ 11ാമത്തെ ക്വസ്റ്റ്യൻ, 1 മുതൽ 10 വരെ എഴുതുന്ന ഒരു ഫോർ ലൂപ്പോ വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എഴുതാൻ ചോദിക്കും. 1 മുതൽ 10 വരെ I ഈക്വൽ ടു 1, i<10, I പ്ലസ് പ്ലസ്. വാല്യൂ പ്രിൻ്റ് ചെയ്യാം. സി ഔട്ട് I. തീർന്നു. ഇത് ഫോർ ലൂപ്പാണ്. എന്നാൽ ഇതിൻ്റെ വൈൽ ലൂപ്പ് എഴുതുമ്പോൾ I ഈക്വൽ ടു 1, വൈൽ 10 വരെയാണ് എഴുതേണ്ടത്. i<or 10. ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാം. സി ഔട്ട് I. അതിൻ്റെ ശേഷം ഐൻ്റെ വില ഓരോന്ന് കൂടുക. I പ്ലസ് പ്ലസ്. ഇത് 2ാമത്തെ സെക്ഷൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ നെസ്റ്റഡ് ലൂപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെസ്റ്റഡ് ലൂപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 2 3 1 2 3 4 ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാം. കിട്ടാത്തവരാണെങ്കിൽ 9037 എൻ്റെ തന്നെ നമ്പറാണ്. യെസ്, കൂടെ കൂടിക്കോ, സെറ്റാക്കാം. എനി ഡൗട്ട്സ് ജസ്റ്റ് മെസ്സേജ് ചെയ്യാം അല്ലേ? ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ 1 2 2 3 3 3 4 4 4 5 5 5 ഇതേ സീക്വൻസിൽ വരുന്നതിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ് ആ ഷോർട്ട് കട്ട്? 5 I. അറിയാത്ത മക്കളാണോ? ചോദിക്കടാ, സെറ്റാക്കാം. ടീം എജുപോർട്ട് തയ്യാറാണ്. ഇതേപോലെ ഞങ്ങളെ ബാച്ചിലെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാലും മതി നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ. 13ാമത്തെ സാധനം, ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 2026 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 5 ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 3 ഉള്ളൂ. ബ്രേക്ക് ഉണ്ട്. എക്സിറ്റ് ചെയ്യാൻ ബ്രേക്കാണ്. ഒരു ലൂപ്പിൽ നിന്ന് പുറത്ത് ചാടാൻ ബ്രേക്കാണ്. ലൂപ്പിൽ നിന്നും കണ്ടിന്യൂ ചെയ്യാൻ, സ്കിപ്പ് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ആണ് ഉപയോഗിക്കുക. ഗോച്ചുണ്ട്. ഏതോ ഒരു ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, ഒരു പെർട്ടിക്കുലർ ലേബലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന എലമെൻ്റ് ആണ് ഗോച്ചു. യെസ്, എൻ്റെ 14ാമത്തെ ക്വസ്റ്റ്യൻ, ഈക്വൽ ടും ഡബിൾ ഈക്വൽ ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. എന്നാൽ ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് ആണെന്ന് പറയും. ഇതിനെ പറയുന്ന പേരാണ് ആണോ. എക്സിൻ്റെ വില 5 ആണോ? എക്സിൻ്റെ വില 5 ആണ്. അസൈൻ ചെയ്യലാണ്. ഇത് അസൈൻ ചെയ്യലാണ്.
എന്നാ ഇത് ചെക്ക് ചെയ്യലാണ്. മക്കളെ സെറ്റല്ലേ? കൂടെ കൂടിക്കോ, സെറ്റാക്കാം ടീം എജുപോർട്ടിന്റെ കൂടെ.